ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ 4 വർഷ FIUGP വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 7 ആണ്. ഓൾറെഡി ബാക്കിയുള്ള യൂണിറ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 7 പഠിക്കാനുള്ളത് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ സെൻറ്റൻസ് മാറ്റി എഴുതുന്നതിനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതുമായിട്ട് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം. സിംപ്ലി മീൻസ് ചേഞ്ച് ഇൻ നാച്ചുറൽ ഫോം, രൂപത്തിലോ സ്വഭാവത്തിലോ ഉണ്ടാകുന്ന മാറ്റം എന്നാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് അതിൻ്റെ ഒരു മീനിങ് ആണ് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ദ ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ് വിത്തൗട്ട് ആൾട്ടറിങ് ഇറ്റ്സ് മീനിങ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാക്യത്തിൻ്റെ അർത്ഥം മാറാതെ തന്നെ അതിൻ്റെ ഘടനയും രൂപം നമ്മൾ മാറ്റി എഴുതുന്നതിനെയാണ് സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് അതിനെന്താണ്, ഘടന ഇത് മാറ്റുന്നുണ്ട്, പക്ഷെ എന്താണ്, അർത്ഥം മാറുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉദാഹരണത്തിന് ഒരു സിമ്പിൾ വാക്യത്തെ അതിൻ്റെ അർത്ഥം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താണ്, കോമ്പൗണ്ട് വാക്യമോ കോംപ്ലക്സ് വാക്യമോ ഒക്കെ ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതായത് സിമ്പിളായിട്ടുള്ളൊരു വാക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കാം, ആണെങ്കിൽ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാം, അങ്ങനെ തിരിച്ചു ആക്കാം എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിമ്പിൾ സെൻറ്റൻസിൽ നിന്ന് കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ റൂൾ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വാക്യത്തെ കോമ്പൗണ്ട് വാക്യമാക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് എലാബറേറ്റിംഗ് എ വേർഡ് ഓർ എ ഫ്രേസ് ഇൻ ടു എ ക്ലോസ്, അതിലൊരു പദത്തെയോ ശൈലിയെയോ ഒരു പൂർണ്ണ ക്ലോസ് ആക്കി മാറ്റുക. ഈ ക്ലോസുകളെ ബന്ധിപ്പിക്കാൻ, അതായത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആസ് ആൻഡ് ബട്ട്, ആൻഡ്, ബട്ട്, ഓർ, യെറ്റ്, ഫോർ, നോട്ട്, ഓൺലി, ബട്ട് ആൾസോ, എക്സെട്ര തുടങ്ങിയിട്ടുള്ള കൺജങ്ഷൻസ് ഉപയോഗിക്കുക. ഈ ക്ലോസുകൾ ബന്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കൺജങ്ഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ബീയിങ് എ സ്കൾപ്ചർ ഹി മെയ്ഡ് എ ഗിഗാന്റിക് സ്റ്റാച്യു ഓഫ് എ മെർമെയ്ഡ് ആണ് സിമ്പിൾ. അതായത് ശില്പി ആയതിനാൽ അവൻ വലിയൊരു പ്രതിമ ഉണ്ടാക്കി, അവൻ ശില്പിയാണ്. കൂടാതെ എന്താണ്, ആൻഡ് ഇവിടെ എന്താണ്, ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ ഇതാകുന്നത്. സോറി, അപ്പോൾ ഇത് ഇത്ര മനസ്സിലാക്കുക. അപ്പോൾ അതിനെന്താണ്, കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് ആക്കുമ്പോൾ എന്താണ് വരുന്നത്, ഈസ് എ സ്കൾപ്ചർ ആൻഡ് ഹി മെയ്ഡ് എ ഗിഗാന്റിക് സ്റ്റാച്യു ഓഫ് മെർമെയ്ഡ്. അതായത് സിമ്പിൾ സെൻറ്റൻസിൽ നിന്ന് മാറ്റുമ്പോൾ എന്താണ്, ശില്പി ആയതിനാൽ അവൻ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി, അവൻ ശില്പിയാണ്. കൂടാതെ എന്താണ്, ആൻഡ് ഇവിടെ വന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആൻഡ് എന്നുള്ളത്, അവൻ എന്താണ്, വലിയൊരു പ്രതിമ ഉണ്ടാക്കി എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് എന്താ വെച്ചാൽ, വേറൊരു എക്സാമ്പിൾ പറയുന്നത് ബിസൈഡ് ബീയിങ് ഡിലിഗൻറ്റ് ഹീസ് റേഷണൽ. അതെന്താണ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കുമ്പോൾ ഹീസ് നോട്ട് ഓൺലി ഡിലിഗൻറ്റ് ബട്ട് ആൾസോ റേഷണൽ, അതാണ് അതിൻ്റെ കോമ്പൗണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഫെയിൽഡ് ഇൻ ദ പോൾ. അതിൻ്റെ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണ്, ഹി വാസ് പോപ്പുലർ ബട്ട് ഹി ഫെയിൽഡ് ഇൻ ദ പോൾ. ആശയം എന്താണ്, ഒന്ന് തന്നെയാണ്, പക്ഷെ എന്താണ്, അർത്ഥത്തിൽ മാറ്റമൊന്നും വരുന്നില്ല, പക്ഷെ എന്താണ്, സെൻറ്റൻസിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലാസ്റ്റിൻ്റെ അർത്ഥം എന്താണ്, വിജയത്തിലെത്താൻ എനിക്ക് നിരന്തരം പരിശ്രമം, ജനപ്രീതി ഉണ്ടായിരുന്നിട്ടും അവൻ എന്താണ്, തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അവൻ ജനപ്രീതി ഉള്ളവനായിരുന്നു, എന്നാലും എന്താണ്, ബട്ട് അവന് പരാജയപ്പെട്ടു. അതാണ് ഇവിടെ ഈ ബട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഒരു ആശയത്തെ രണ്ടായി പകുത്ത് നടുവിൽ എന്ത് ചെയ്യുക, ബട്ട് ഓറ് ചേർത്തത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെയൊക്കെ വേറെ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് അത് നോക്കുക കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക്. ഇനി കോമ്പൗണ്ട് സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ, കോമ്പൗണ്ട് സെൻറ്റൻസ് ക്യാൻ ബി ചേഞ്ച് ടു സിമ്പിൾ സെൻറ്റൻസ് ബൈ റെഡ്യൂസിങ് എ ക്ലോസ് ഇൻ ടു ഫ്രേസ് ഓർ വേർഡ്. കോമ്പൗണ്ട് വാക്യത്തിലെ ഒരു ക്ലോസിനെ ചെറുതാക്കി ഒരു വാക്കോ ശൈലിയോ ഫ്രേസ് ആക്കി മാറ്റിയാൽ അതെന്താണ്, സിമ്പിൾ ഇതാവും എന്നാണ് പറയുന്നത്, സിമ്പിൾ സെൻറ്റൻസ്. ഉദാഹരണത്തിന് ഹി വാസ് സിക്ക് ആൻഡ് ഹി വെൻറ്റ് ടു ഹോസ്പിറ്റൽ, അതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അതിനേതാക്കുമ്പോൾ എന്താണ്, ഗോയിങ് ടു ഹിസ് സിക്നെസ് ഹി വെൻറ്റ് ടു ഹോസ്പിറ്റൽ.
സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് മാറി. അവന് അസുഖമായിരുന്നു, അതുകൊണ്ട് അവൻ എന്താണ് ആശുപത്രിയിൽ പോയി. അതാണ് ഇത് പറയുന്നത്. അത് സിമ്പിൾ സെൻറ്റൻസ് ആക്കുമ്പോൾ എന്താണ്, അസുഖം കാരണം അവന് ആശുപത്രിയിൽ പോയി. രണ്ടും എന്താണ്, ആ മീനിങ് സെയിം ആണ്, പക്ഷെ എന്താണ് ആ വാക്കിൻ്റെ ഘടനയിൽ വന്നൊരു മാറ്റം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സിമ്പിൾ സെൻറ്റൻസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസിങ് എ ക്ലോസ് ഇൻറ്റു എ ഫ്രേസ് ഓർ വേർഡ്. ക്ലോസ് എന്ത് ചെയ്താൽ മതി, ഫ്രേസോ അല്ലെങ്കിൽ വേർഡോ ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തു, സിമ്പിൾ കോമ്പൗണ്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 5 രീതികൾ, സിമ്പിൾ വാക്യങ്ങൾ 5 രീതികളിൽ ഉണ്ടാക്കാം. ഒന്ന്, കൺസ്ട്രക്ഷൻ വെർബ് പ്ലസ് ING. ദേ വാക്ക് ത്രൂ ജംഗിൾ ആൻഡ് ദേ സോ ലയൺ. ഇവിടെ എന്താണ്, അതാണ് കോമ്പൗണ്ട്. വാക്കിംഗ് ത്രൂ ദ ജംഗിൾ ദേ സോ എ ലയൺ. അങ്ങനെ അവർ കാട്ടിൽ നടക്കുമ്പോൾ അവർ സിംഹത്തെ കണ്ടു, കാട്ടിലൂടെ നടക്കുമ്പോൾ അവർ സിംഹത്തെ കണ്ടു എന്നുള്ളതാണ്. ഇനി യൂസിങ് ആൻ ഇൻഫിനിറ്റീവ് 2+ വെർബ് ആണെങ്കിൽ ഷീ ഈസ് ബിസി ആൻഡ് ഷീ ക്യാൻ ടോക്ക് നൗ. ആ കോമ്പൗണ്ട്. ഷീ ഈസ് ടു ബിസി ടു ടോക്ക് നൗ. സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, അർത്ഥമൊക്കെ സെയിം തന്നെയാണ്, എന്താണ് പക്ഷേ സെൻറ്റൻസിൻ്റെ ഘടന മാറി എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്, അവൾ തിരക്കിലാണ്, അവൾക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. അവൾക്കിപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത വിധം തിരക്കിലാണ്. ടു ബിസി ടു ടോക്ക് എന്നുള്ളത് യൂസിങ് ഇതുണ്ട്. ഈ ടോൾ ദ ട്രൂത്ത് ആൻഡ് വാസ് റിലീസ്ഡ് ഫ്രം ജയിൽ. കോമ്പൗണ്ട്. ടെലിങ് ദ ട്രൂത്ത് ഷീ വാസ് റിലീസ്ഡ് ഫ്രം ജയിൽ. സിമ്പിളാവും. സത്യം പറഞ്ഞാൽ അവന് മോചിതനായി എന്നുള്ള ഇതാണ്. പിന്നെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ യദൂസ് എ സിംഗർ ആസ് വെൽ ആസ് ഡാൻസർ. ബിസൈഡ് ബീയിങ് എ സിംഗർ, യദു ഈസ് എ ഡാൻസർ. അവിടെ നിന്നാണ് ബിസൈഡ് എന്നുള്ളതാണ്. ഗായകനാണെന്ന് പുറമെ ബിസൈഡ്സ് യദു എന്താണ്, ഒരു നർത്തകൻ കൂടിയാണ്. ഇപ്പോൾ അഡ്വർബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹി വാസ് ഫോർച്ചുനേറ്റ് ഓർ ഹി വുഡിൻ ഹാവ് റീച്ച്ഡ് ദെയർ ഓൺ ടൈം. കോമ്പൗണ്ട്. അത് സിമ്പിളാക്കുമ്പോൾ എന്താണ്, ഹി റീച്ച്ഡ് ദെയർ ഓൺ ടൈം. ഭാഗ്യവശാൽ അവൻ കൃത്യസമയത്ത് എത്തിയെന്നുള്ള. അവിടെ ഫോർച്ചുനേറ്റ്ലി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി സിമ്പിൾ സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ ഈ സിമ്പിൾ ടു കൺവേർട്ട് സിമ്പിൾ സെൻറ്റൻസ് ടു കോംപ്ലക്സ് സെൻറ്റൻസ് വി നീഡ് ടു എലാബറേറ്റ് എ വേർഡ് ഓർ ഫ്രേസ് ഇൻറ്റ് എ സബോർഡിനേറ്റ് ക്ലോസ്. അതായത് സിമ്പിൾ വാക്യത്തിൽ അല്ലെങ്കിൽ വികസിപ്പിച്ച ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട് മാറ്റണം എന്നുള്ളതാണ്. അതായത് സിമ്പിൾ സെൻറ്റൻസിനെ എന്താ ചെയ്യാൻ മതി, വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് എന്ത് ചെയ്യുക, സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സിമ്പിൾ സെൻറ്റൻസിൽ നിന്ന് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റം വരിക. അതിന് വ്യത്യസ്ത രീതികളുണ്ട്, 3 രീതികൾ. ഒന്ന്, നൗൺ ക്ലോസ് ഉപയോഗിച്ച് ഹി അഡ്മിറ്റഡ് ഹിസ് ഇഗ്നറൻസ്. ഈ അതിൻ്റെ സിമ്പിൾ അത് കോംപ്ലക്സ് ആക്കുമ്പോൾ എന്താണ്, ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഇഗ്നറൻറ്റ്. അവൻ തൻ്റെ അറിവില്ലായ്മ സമ്മതിച്ചു, തനിക്ക് അറിവില്ല എന്നവൻ സമ്മതിച്ചു. രണ്ടും അർത്ഥം സെയിം ആണ്, പക്ഷേ ആ വാക്കുന്ന സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് മാറ്റുമ്പോൾ അതിൽ വരുന്ന മാറ്റം. ഇവിടെ എന്താണ്, ഹി അഡ്മിറ്റഡ് ഹിസ് എന്നുള്ളത് ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഇഗ്നറൻറ്റ് എന്നുള്ളതായി മാറി എന്നുള്ളതാണ്. കിങ് ഓർഡേർഡ് ടു ഹാങ് ദ ട്രൈറ്റർ. ദ കിങ് ഓർഡേർഡ് ദാറ്റ് ദ ട്രൈറ്റർ ഷുഡ് ബി ഹാങ്ഡ്. ഇനി അഡ്ജക്റ്റീവ് ക്ലോസ് ഉപയോഗിച്ചാണെങ്കിൽ വൂവിച്ച് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഷാജഹാൻ ബിൽഡ് ഹിസ് മോണമെൻറ്റ്. അതെന്താണ്, ദിസ് ഈസ് ദ മോണമെൻറ്റ് വിച്ച് വാസ് ബിൽഡ് ബൈ ഷാജഹാൻ. ഷാജഹാൻ ഈ സ്മാരകം പണിത്, ഇതാണ് ഷാജഹാൻ ഇതാണ് സ്മാരകം, അത് പണിത് ഷാജഹാൻ. അർത്ഥം രണ്ടും സെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അഡ്വർബ് ക്ലോസ് ഉപയോഗിക്കുകയാണെങ്കിൽ ജോയിൻ ആൻ ഏവിയേഷൻ കോഴ്സ് ടു ബിക്കം എ പൈലറ്റ്. ഇഫ് യു വാണ്ട് ടു ബിക്കം എ പൈലറ്റ് ജോയിൻ എ ഏവിയേഷൻ കോഴ്സ്. അതാണ് കോംപ്ലക്സ് വാക്കായിട്ട് വരുന്നത്. പൈലറ്റ് ആകാൻ ഏവിയേഷൻ കോഴ്സിൽ ചേരുക, നിങ്ങൾക്ക് പൈലറ്റ് ആണെങ്കിൽ ഏവിയേഷൻ കോഴ്സിൽ ചേരുക, മികച്ചൊരു അങ്ങനെ ആ രീതിയിൽ. അതിൻ്റെ ബാക്കിയുള്ള ഇത് നോക്കുക, കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സിമ്പിൾ സെൻറ്റൻസ് ബൈ റെഡ്യൂസിങ് സബോർഡിനേറ്റ് ക്ലോസ് ടു ഫ്രേസ് ഓർ എ വേർഡ്. കോംപ്ലക്സ് വാക്യത്തിലോ സബോർഡിനേറ്റ് ക്ലോസിനെ ചെറുതാക്കി ഒരു വാക്കോ ശൈലിയോ ആക്കി മാറ്റുക എന്നുള്ളത്. അത് കോംപ്ലക്സ് വാക്യത്തിൽ ഇപ്പോൾ കോംപ്ലക്സ് നമ്മൾ ഓൾറെഡി സെൻറ്റൻസ് ഉണ്ടാവുമല്ലോ, അതിനെന്താ ചെയ്യുക, അതിലുള്ള സബോർഡിനേറ്റ് ക്ലോസിനെ ചെറുതാക്കി ഒരു വാക്കോ ശൈലിയോ ആക്കി മാറ്റുക എന്നുള്ളത്. ഞങ്ങൾ ഇവിടെ എന്താണ്, വൈൽ വി വെയർ വാക്കിംഗ് ടു അവർ സ്കൂൾ വി മെറ്റ് അവർ ആൻഡ്. എന്താണ്, വാക്കിംഗ് ടു അവർ സ്കൂൾ വി മെറ്റ് അവർ ആൻഡ് സിമ്പിളാക്കിയിട്ട് മാറ്റുന്നതാണ്. ഞങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ ആൻറ്റിയെ കണ്ടു, സ്കൂളിലേക്കുള്ള നടത്തത്തിനാണ് ഞങ്ങൾ ആൻറ്റിയെ കണ്ടു എന്നുള്ളത്. രണ്ടും എന്താണ്, കോംപ്ലക്സ് സിമ്പിളും. സിമ്പിൾ പറയുമ്പോൾ വളരെ പെട്ടെന്ന് തീരുന്ന വാക്കുകളാണ് വരുന്നത്. ഷീ സെഡ് ദാറ്റ് ഹെർ ഗ്രാൻഡ് മദർ വാസ് റൈറ്റസ് വുമൺ. എന്ന് മാറ്റിയിട്ട് റൈറ്റസ്നെസ് എന്ന് നീതി ആ ഇതിലേക്ക് മാറ്റി എന്നുള്ളത്.
കോംപ്ലക്സ് സിമ്പിളും തമ്മിലുള്ള ആ ഒരു ഇതാണ് ഇവിടെ കൂടുതൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതുകൂടെ ഒന്ന് നോക്കാം. ഇനി കോമ്പൗണ്ടിൽ നിന്ന് കോംപ്ലക്സിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റാൻ വൺ ഓഫ് ദ മെയിൻ ക്ലോസസ് ചേഞ്ച് ടു സബോർഡിനേറ്റ് ക്ലോസ്. അതായത് ഇതെന്ത് ചെയ്യണം, കോമ്പൗണ്ട് വാക്യത്തിലെ രണ്ട് പ്രധാന ക്ലോസുകളിൽ ഒന്നിനെ ദാറ്റ്, ഹീഫ്, വെൻ, ടു തുടങ്ങി ഉപയോഗിച്ച് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന വാക്കുകൾ മനസ്സിലാക്കുക. ദാറ്റ്, ടു, ഇഫ്, വെൻ, വിച്ച്, ഹു, ആഫ്റ്റർ, ബിഫോർ, സോ, ദാറ്റ്, അൺലെസ്, വെദർ, ഈ വാക്കുകളാണ് ഇവിടെ ഇതിന് ഉപയോഗിക്കുക. യു മസ്റ്റ് ഒബേ മൈ വേർഡ്സ് ഓർ യു വിൽ ബി പണിഷ്ഡ്. അതാണ് കോമ്പൗണ്ട്. അത് ഇതാക്കുമ്പോൾ എന്താണ്, കോംപ്ലക്സ് ആക്കുമ്പോൾ എന്താണ്, ഇഫ് യു ഡോണ്ട് ഒബേ മൈ വേർഡ്സ് യു വിൽ ബി പണിഷ്ഡ്. നീ എൻ്റെ വാക്ക് കേൾക്കണം അല്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. നീ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല എങ്കിൽ ഈഫ് എന്നുള്ള വാക്ക് അവിടെ വന്ന് മുകളിൽ കൊടുത്തില്ല നമ്മൾ, ഈഫ്. അപ്പോൾ അതെന്ത് ചെയ്യുക, കോമ്പൗണ്ട് വാക്യത്തിൽ രണ്ട് പ്രധാന ക്ലോസുകളിൽ ഒന്നിനെ ദാറ്റ്, ഈഫ്, വെൻ, ടു ഈ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചൊരു സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റുക എന്നാണ്. ഫസ്റ്റിൽ എന്താണ്, ഈഫ് ഇല്ലല്ലോ, രണ്ടാമത്തിൽ എന്താണ്, ഈഫ് വന്നത് കണ്ടില്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നോക്കുക. മറ്റൊന്ന് കോംപ്ലക്സിൽ നിന്ന് കോമ്പൗണ്ടിലേക്ക്. അപ്പോൾ കോംപ്ലക്സ് വാക്യത്തിൽ ആശ്രിത ക്ലോസിനെ മാറ്റി സ്വതന്ത്രമായി മറ്റൊരു മെയിൻ ക്ലോസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ബട്ട്, ഓർ, യെറ്റ്, അതർവൈസ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാം. എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ, അൺലെസ് യു സ്റ്റാർട്ട് അറ്റ് വൺസ് യു വിൽ ബി ലേറ്റ്, യു സ്റ്റാർട്ട് അറ്റ് വൺസ് അതർവൈസ് യു വിൽ ബി ലേറ്റ്. അതാണ് കോമ്പൗണ്ട്. ഇപ്പോൾ തന്നെ നീ പുറപ്പെട്ടില്ലെങ്കിൽ നീ വൈകും, ഇപ്പോൾ തന്നെ നീ പുറപ്പെടുക അല്ലെങ്കിൽ എന്താണ് നീ വൈകും എന്നുള്ള. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, കോംപ്ലക്സ് വാക്യത്തിൽ ആശ്രിത ക്ലോസിനെ മാറ്റി സ്വതന്ത്രമായ മറ്റൊരു മെയിൻ ക്ലോസ് ആക്കുക എന്നുള്ളതാണ്. ഇതിനീ പറഞ്ഞ മാതിരിക്ക് ആൻറ്റി, ബട്ട്, അതർവൈസ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ഈ എക്സാമ്പിൾസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇനി ഡിഗ്രി മാറ്റി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഇതിൻ്റെ ഡിഗ്രി എങ്ങനെ മാറ്റുന്നത് വെച്ചാൽ, എ ഡിഗ്രി ഓഫ് സെൻറ്റൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്സ്. സൂപ്പർലേറ്റീവ്, കമ്പാരിറ്റീവ്, പോസിറ്റീവ്, ആ രീതിയിൽ അർത്ഥം മാറാതെ തന്നെ വാക്യങ്ങളെ സൂപ്പർലേറ്റീവ്, കമ്പാരിറ്റീവ്, പോസിറ്റീവ് ഡിഗ്രികളിലേക്ക് മാറ്റാം. ഉദാഹരണത്തിന്, ഗോവയാണ് ഏറ്റവും ചെറിയ സംസ്ഥാനം. ഗോവ ഈസ് സ്മാളർ ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സൂപ്പർലേറ്റീവ് ആയിട്ട് വരുന്ന എന്താണ്, ഗോവ ഈസ് ദ സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഗോവ ഈസ് സ്മാളർ ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതാണ് കമ്പാരിറ്റീവ്. മറ്റേ സംസ്ഥാനത്തേക്കാളും ഗോവ ചെറുതാണ്. ഗോവ ഈസ് സ്മാളർ ദാൻ മോസ്റ്റ് അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. മിക്കവാറും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗോവ ചെറുതാണ്. മറ്റേ പോസിറ്റീവ് ഇതിൽ വരികയാണെങ്കിൽ, മോസ്റ്റ് അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആർ നോട്ട് സോ സ്മാൾ ആസ് ഗോവ. വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഗോവയോളം ചെറുതായിട്ടുള്ളൂ. വെരി ഫ്യൂ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ്. ജസ്റ്റ് എന്താണ്, ഒരേപോലെ അർത്ഥമൊക്കെ സെയിം തന്നെയാണ്, എന്താണ്, പക്ഷെ അത് ഡിഗ്രി മാറുന്നതിനനുസരിച്ച് എന്താണ്, വാക്യത്തിൻ്റെ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി റഷ്യയുടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഇതേപോലെ തന്നെ ഈ ഗോവൻ്റെ പറഞ്ഞ പോലെ തന്നെ, പിന്നെ ഭൂമിയുടെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. മീനിങ്ങിൽ മാറ്റം വരുത്താതെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നതിനെയാണ്. പിന്നെ ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.